ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ S24 കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണല്ലേ. ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൽ ആരെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലും ആരെങ്കിലും കാണും. അപ്പോൾ ആരെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒന്നിക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനാണ് പതിവ്. പക്ഷേ സ്ക്രീൻഷോട്ട് എടുക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഫസ്റ്റത്തത്. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് വന്നതോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇമേജ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ആക്കി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് കണ്ട് നമ്മൾ ഈ ഇമേജ് ഒന്ന് നമുക്ക് ഡൗൺലോഡ് ആക്കണം. അതിപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ആക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക, അത് ഈ കാണുന്ന ഒരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവും. നമ്മൾ ഇമേജ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇമേജ് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അത് നമ്മൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സേവ് ഇൻ ഗാലറി എന്ന് കാണാൻ സാധിക്കും. നമ്മൾ എന്താക്കുക, ബാക്ക് പോയി ഗാലറി ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇതാ ഇവിടെ ഡൗൺലോഡായി വന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജ് കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടു. ഇത് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇനി എന്ത് സംഭവം ആണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇത് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്കത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ അധികം ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. ഈ ഗാലറിയിൽ ഇപ്പോൾ എനിക്കൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സാംസങ് ഫോണിൻ്റെ ഒരു ഇമേജാണ്. അപ്പോൾ നമ്മൾ ഈ ഇമേജ് നമുക്കിതൊന്ന് സെർച്ച് ചെയ്തേക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടണം. അതിനായിട്ട് നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വട്ടം വരച്ച് കൊടുത്താൽ നമുക്ക് അവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഇത് മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ, ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ലാംഗ്വേജ് വായിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ വീണ്ടും നമ്മൾ ആ സെർച്ച് ചെയ്ത് സർക്കിളിൽ എടുത്തിട്ട് നമുക്കിത് ഇവിടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് മലയാളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ കിട്ടുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ അവസാനത്തെ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നമ്മൾ വാട്സപ്പിലോ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മളത് വാട്സപ്പിൽ കയറി അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് ആ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എയറിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇമേജ് ഒന്ന് എന്താക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ഇത്ര ഇമേജ് നമ്മൾ ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് അത് മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 11 ഇമേജ് നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മൊത്തം ബേക്ക് പോവുക. ലോങ് പ്രസ് ചെയ്തത് നമ്മൾ വിടാൻ പാടില്ല. നമ്മൾ എന്നിട്ട് വലത്തെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇടത്തെ കൈ യൂസ് ചെയ്ത് നമ്മൾ എന്താക്കുക, നമ്മൾ വാട്സപ്പോ ഇനി ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, ഒരു ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് അവരെ നമ്പറിലേക്ക് എടുത്തിട്ട് അവിടെ വിട്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഷെയർ ചെയ്യേണ്ട ആ ഓപ്ഷൻ നമുക്കിവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ട്രിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത്. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് പുതിയതായിട്ടുള്ള അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാത്തായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓടുന്ന എനേബിൾ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നതുവരെ ബൈ.